ഡെഫിനറ്റ്ലി സ്പീക്കിംഗ്, ഒരു അമ്പലത്തിൽ പോയാൽ നമ്മളൊരു അർച്ചന ചെയ്യേണ്ട ആവശ്യമില്ല. പൂർവമീമാംസകൾ കൊണ്ടുള്ളതായ എല്ലാം കർമ്മമാണ് ഫലം തരുന്നത്, ദൈവമല്ല. ആഗമങ്ങളുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ചെയ്യുന്നതായ അർച്ചനകൾക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്ത് അർച്ചനയ്ക്കും ഒരു നൈവേദ്യം വേണം. നമ്മൾ എടുക്കാവുന്നത്തോളമേ എടുക്കാവുള്ളൂ. വി ഹാവ് ടു നോ വെയർ വി ഹാവ് ടു സ്റ്റോപ്പ് ലുക്കിംഗ് ഇൻ ടു ദാറ്റ്. ഇപ്പം സാറ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ഈ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ഇതാണ് ത്രിമൂർത്തി പറയുന്നുണ്ട്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ എന്ന രീതിയിലുള്ള സംസാരമുണ്ട്. പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നില്ല 3 ദൈവങ്ങൾ. അതിൽ നമുക്കിപ്പം ശൈവർക്ക് ശിവഭഗവാന് ശൈവൻ എന്ന് പറയുന്ന രീതിയിലും വിഷ്ണു ഭഗവാന് വൈഷ്ണവൻ എന്ന് പറയുന്ന ഒരു രീതി സമ്പ്രദായം ഉണ്ടെന്ന് സാറ് പറഞ്ഞെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ ബ്രഹ്മാവിന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ ഫിലോസഫികൾ നമ്മളും കേൾക്കുന്നുണ്ട്. ബ്രഹ്മ എല്ലാ പ്രപഞ്ചത്തെയും കൺട്രോൾ ചെയ്യുന്നു, ആ രീതിയിലൊക്കെ ഒരു സംസാരമുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ ഫോളോവേഴ്സ് അങ്ങനെ ഒരു രീതിയുണ്ടോ? ബ്രഹ്മാവിൻ്റെതായിട്ടൊരു സിദ്ധാന്തം ഒരിക്കലും ഒരിടത്തും പ്രചുരമായിട്ട് കണ്ടിട്ടില്ല. പൊതുവിൽ സൗരം, ഗാണാപത്യം, കൗമാരം, വൈഷ്ണവം, ശൈവം ബ്രഹ്മാവിനാൽ സ്ഥാപിതമായതായിട്ട് എന്ന് പറയുന്നതാണ് വൈദികമായ സിദ്ധാന്തം. ശ്രീവിദ്യയിൽ അർച്ചന ചെയ്യുന്ന സമയത്തും വൈദിക സിദ്ധാന്തം അതിൻ്റെ ദർശനത്തിൻ്റെ ദേവതയായിട്ടാണ് ബ്രഹ്മാവിനെ കരുതുന്നത്. സൃഷ്ടിയുടെ കൃത്യത്തിൻ്റെ അധിപതിയായത് കൊണ്ടും സൃഷ്ടി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വീണ്ടും വീണ്ടും ജനനത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ധാരാളമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാതെ പോയത്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമുക്കിന്ന് അവൈലബിൾ അല്ലാത്തത്. കൂടുതലും ബ്രഹ്മാവിന് ഫാൻ ഫോളോവിങ് വളരെ പഴയ കാലത്ത് തന്നെ ചെറിയ ലൈറ്റർ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ തന്നെ ഇല്ല. ഓൺ ദ അതർ ഹാൻഡ് ബ്രഹ്മാവിനാൽ ഒരു റിവീൽ ചെയ്യപ്പെട്ടതാണ് വൈദിക സിദ്ധാന്തം എന്ന് പറയുന്നത്. വൈദിക സിദ്ധാന്തത്തിൻ്റെ അധിഷ്ഠാത്രിയായിട്ടുള്ള ദേവത എന്ന് പറയുന്നത് ഗായത്രിയാണ് പ്രധാനമായിട്ടും. ഗായത്രി ആദ്യമായിട്ട് റിവീൽ ചെയ്തതും ഗായത്രി ആദ്യമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കറക്റ്റാണോന്നറിയില്ല. പക്ഷേ ഗായത്രി ആദ്യമായി കരുതുന്നതും മനസ്സിലാക്കുന്നതും അനുഷ്ഠിക്കുന്നതും എല്ലാം ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് പല വേദ റെസൻഷൻസിലും ബ്രഹ്മാവാണ് ഗായത്രിക്ക് ഋഷി. പൊതുവെ ഗായത്രിക്ക് വിശ്വാമിത്ര ഋഷി എന്നാണ്. വിശ്വാമിത്രൻ ഗായത്രിയെ കണ്ടുപിടിച്ച കോണ്ടെക്സ്റ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അതിന് മുമ്പ് ഗായത്രി ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് അതിന് മുമ്പും ഗായത്രി ഉണ്ട്. ആ സമയത്ത് ബ്രഹ്മാവാണ് ഋഷി ഗായത്രിക്ക്. അപ്പോൾ ബ്രഹ്മാവ് ഋഷിയായിട്ട് ഗായത്രിയെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വിശ്വാമിത്രൻ ഋഷിയായിട്ട് ഗായത്രിയെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വൈദിക സിദ്ധാന്തത്തിന് ഒരു കുഴപ്പമുണ്ട്. വൈദികത്തിന് കുഴപ്പം എന്നല്ല, വൈദിക സിദ്ധാന്തത്തിന് 2 വളരെ വലിയ ശാഖകളുണ്ട്. ഒന്ന് അതിൻ്റെ ജ്ഞാനകാന്ഡമാണ്, മീമാംസ എന്ന് പറയും. അതിന് പൂർവ്വമീമാംസ, ഉത്തരമീമാംസ എന്ന് 2ആയിട്ട് പിരിച്ചിട്ടുണ്ട്. ബാദരായണൻ ആണ് ഉത്തരമീമാംസയുടെ പ്രവർത്തകൻ. അതായത് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ബ്രഹ്മസൂത്രങ്ങൾ ഫിലോസഫിക്കൽ ഇമ്പാക്റ്റ് മാത്രമാണ്, ഫിലോസഫിക്കൽ എലമെൻറ്റ് മാത്രമാണ്. ഇതിൻ്റെ അനുഷ്ഠാനങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും പൂർവ്വമീമാംസയിലാണുള്ളത്. ഈ ശങ്കരാചാര്യരുടെ യാത്രയിൽ കുമാരില ഭട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വാദത്തിൽ ജയിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു അക്സെപ്റ്റൻസ്, അന്നത്തെ കാലത്ത് ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാദത്തിൽ ജയിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് കുമാരലഭട്ടനെ കാണാൻ ചെല്ലുന്നു. അതിനുശേഷം കുമാരലഭട്ടൻ ആ സമയം കൊണ്ട് ശരീരം സ്വയം ദഹിച്ച് തീരുന്ന ഒരവസ്ഥയിൽ എന്തായിരുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യനായ മണ്ഡന മിശ്രനുമായിട്ട് നീ വാദം ചെയ്തോളൂ എന്നുള്ള ഒരു ആജ്ഞയിലാണ് ശങ്കരാചാര്യരെ പിന്നീട് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ മണ്ഡല മിശ്രനാണ് പിന്നീട് സുരേശ്വരാചാര്യരാകുന്നതും ഒക്കെ. ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പൂർവ്വമീമാംസയ്ക്ക് ഒരു വലിയ ഒരു കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല. ആ പൂർവ്വമീമാംസയ്ക്ക് ഒരു രസകരമായ ഫാക്ടറുണ്ട്.
അതൊരു തരത്തിലുള്ള നിരീശ്വരവാദമാണ്. പൂർവമീമാംസകൾ കൊണ്ടുള്ളതായ എല്ലാം കർമ്മമാണ് ഫലം തരുന്നത്, ദൈവമല്ല. ദൈവത്തിൻ്റെ ജോലിയാണ് ഫലം തരിക എന്ന് പറയുന്നത്. അതായത് ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ദൈവം എന്ന് പറയുന്ന എലമെൻറ്റിനോട് നമ്മൾ കമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൂർവമീമാംസകളെല്ലാം അങ്ങനെയാണ്. പൂർവമീമാംസയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷനാണ് റിസൾട്ട് ഈൽഡ് ചെയ്യുന്നത്. ഉത്തരമീമാംസയിലോ ഭക്തിപ്രസ്ഥാനത്തിലോ നമ്മുടെ ആക്ഷൻ കൊണ്ട് സംപ്രീതനായ ദൈവം നമുക്ക് ഫലം തരുന്നു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദൈവത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല, തന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊതുവെ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലോസഫിക്കൽ ഗ്രൗണ്ടിന് വലിയ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇല്ലാതെ പോയത് ഇത് പൂർവമീമാംസയായിട്ട് കൂടുതൽ ബന്ധമായതുകൊണ്ട് ആ ഒരു എൻറ്റിറ്റി നമുക്കൊരു പ്രശ്നമല്ല. ആ എൻറ്റിറ്റി ആരായാലും നമുക്ക് തന്നേ പറ്റുള്ളൂ. ദൈവമില്ലാത്ത പല ഫിലോസഫികളുണ്ട്. സാഖ്യത്തിൽ ദൈവമില്ല. അതേപോലെ ആസ്തിക ഫിലോസഫികളിൽ തന്നെ ദൈവത്തിൻ്റെ ദൈവം എക്സിസ്റ്റൻസ് ഇല്ല എന്ന് അവർ പ്രൂവ് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ആ എക്സിസ്റ്റൻസ് ഇസ് ഇമ്മറ്റീരിയൽ ഫോർ അസ്. നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് ആ ഫലം ഈൽഡ് ചെയ്യുക. അതുകൊണ്ട് പ്രീതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്റ്റ് ഹാപ്പനിങ്. അതവിടെ സംഭവിച്ചേ പറ്റുള്ളൂ. ഒരു യാഗം ചെയ്തു അല്ലെങ്കിൽ ഒരു ജപം ചെയ്തെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയേ പറ്റൂ. അതാണ് പൂർവമീമാംസയുടെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സ്വിങ്ങിൽ പെട്ടിട്ട് ബ്രഹ്മാവ് അങ്ങനെ അതിന് കുറച്ച് പൗരാണികമായ കഥകളൊക്കെ പറയുന്നുണ്ട്. ഭൃഗു മഹർഷി ചെന്നു, ബ്രഹ്മാവ് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ചില കഥകൾ പറയുന്നുണ്ട്. പൗരാണിക കഥകൾക്ക് എല്ലാം തന്നെ ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ പുരാണത്തിലോ ഇതിഹാസത്തിലോ ഉള്ള സ്റ്റോറികളുടെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഓർ വെർഷൻ വേദത്തിലും കാണാൻ വേണ്ടിയിട്ട് കഴിയും. എക്സാക്റ്റ് റെപ്ലിക്ക ആയിരിക്കില്ല, ബട്ട് ചെറിയ വെർഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരേ ആളുകളെ കൊണ്ടാവില്ല, ചിലപ്പോൾ ചെറിയ ആൾക്കാർ വ്യത്യാസം ഉണ്ടാകും, ബട്ട് സ്റ്റോറീസ് വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു ആസ്പെക്റ്റ് കൊണ്ടാണ്. ബ്രഹ്മാവിൻ്റേതായ സിദ്ധാന്തം എന്ന് പറയുന്നത് വൈദിക സിദ്ധാന്തമാണ്. ആ വൈദിക സിദ്ധാന്തത്തിന് ബ്രഹ്മാവ് സ്വയം പരദേവതയായിരുന്നു കൊണ്ട് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നതില്ല. കാരണം ബ്രഹ്മാവ് എന്ന് പറയുന്നത് പൊതുവിൽ ഒരു പദവിയായിട്ടാണ് കരുതുന്നത്. ബ്രഹ്മാവും രുദ്രനും പദവിയാണ്. ഓക്കെ സാറേ, അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ അർച്ചന കഴിപ്പിക്കാറുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചതാണ്. ഇപ്പം നമ്മൾ അർച്ചന കഴിപ്പിക്കാറുണ്ട് അമ്പലത്തിലൊക്കെ. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം നമ്മൾ മിക്ക ആൾക്കാരും അർച്ചന കഴിപ്പിക്കുന്നത് നമുക്ക് നല്ലത് വരുത്താനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലറായിട്ടുള്ളൊരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി അർച്ചന കഴിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ അർച്ചന കഴിപ്പിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ പോയി അവർക്ക് പൂജാരിക്ക് കാശ് കൊടുക്കുന്നതിനും ഭേദം നമ്മൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാം, അല്ലെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അല്ലെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും. അതൊരു മിത്താണോ, അതെങ്കിൽ ദൈവം മിത്താണെന്നല്ല, അത് ആ ഒരു ചോദ്യം അത് മിത്താണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തൊരു ആക്ഷനും അതിൻ്റേതായ ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഡിപ്പെൻഡ് ഓൺ ദ ആക്ഷൻ ഉണ്ട്. സോ സ്വാഭാവികമായിട്ട് അർച്ചനയ്ക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എത്ര ക്ഷേത്രങ്ങളിൽ നമുക്ക് മിനിമം കേരളത്തിലെങ്കിലും എത്ര ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് അർച്ചന കഴിച്ച് തരുന്നുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതിനുള്ള ആൻസറും കൂടി. കാരണം പൊതുവിൽ ക്ഷേത്രങ്ങളിൽ ഇന്ന് ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ക്ഷേത്രത്തിൽ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഓൺ ദ ആവറേജ്. സോ അവിടെ ചെന്ന് നമ്മളൊരു അർച്ചനയ്ക്ക് ചീട്ട് എഴുതി കഴിഞ്ഞാൽ ഓരോരുത്തർ ആൾക്കാരുടെ പേരും നാളും പറഞ്ഞ് അകത്ത് ഒരു പൂവെങ്കിലും എടുത്തിടാനുള്ള സാഹചര്യം ആ ശാന്തിക്കാരനുണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ആക്ഷനാണ്. അർച്ചനയുടെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നതും എന്താണ്? ആ ചന്ദനം പലപ്പോഴും അല്ലെങ്കിൽ ആ ഭസ്മം അല്ലെങ്കിൽ ആ കുങ്കുമം പലപ്പോഴും ആ ക്ഷേത്രപ്രതിഷ്ഠയുടെ 7 അയലക്കത്ത് പോലും വെച്ചിട്ടുണ്ടാവില്ല. ആ ചന്ദനം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ചന്ദനമല്ല,
അല്ലെങ്കിൽ ആ കുങ്കുമം ഭഗവാൻ അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം ചെയ്ത കുങ്കുമമല്ല. ആകപ്പാടെ ചെയ്യുന്നത് കുറച്ച് പൂക്കൾ ആ പീഠത്തിലേക്ക് ഇടുന്നു, തിരിച്ച് ആ പൂ അവിടുന്ന് എടുക്കുന്നു, നമ്മുടെ അർച്ചനയിൽ നമ്മൾ കൊടുത്തതായ ടിക്കറ്റ് കീറുന്നു, ഇലയിൽ വെക്കുന്നു, നമുക്ക് ആ പ്രസാദം തരുന്നു എന്നുള്ളതാണ് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്. ആ ആക്ഷൻ അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. ഒട്ടുമുക്കാലും ക്ഷേത്രങ്ങളിൽ, തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഇരുന്ന് വിശദമായിട്ട് ചെയ്യുന്ന, ഇപ്പം അടുത്തിടെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പോകാനിട വന്നു. വൈകുന്നേരം സമയമാണ്, ആരും ഉണ്ടായില്ല ക്ഷേത്രത്തിൽ. മഞ്ഞപ്പൊടി അഭിഷേകം എന്ന് പറയുന്നത് കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ്. അവിടെ ക്ഷേത്രത്തിൽ തന്നെ മഞ്ഞപ്പൊടി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് മേശാന്തി അദ്ദേഹം വാങ്ങി ആ മഞ്ഞപ്പൊടി കൊണ്ടുപോയി അദ്ദേഹം അകത്ത് ചെന്നിരുന്ന് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എന്ത് രീതിയിലാണോ ചെയ്യേണ്ടത് അത് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഹി ടുക്ക് ടൈം, ബിക്കോസ് ദർ വാസ് നോ ബഡി ഇൻ ദ ടെമ്പിൾ. അങ്ങനെ ചെയ്താൽ ഡെഫിനറ്റ്ലി ദർ ഈസ് എ വാല്യൂ ഫോർ ദാറ്റ്. പിന്നെ ആഗമങ്ങളുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ചെയ്യുന്നതായ അർച്ചനകൾക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്ത് അർച്ചനയ്ക്കും ഒരു നൈവേദ്യം വേണം. അതൊരു മിനി പൂജയാണ്. നമ്മളിന്ന് കേരളത്തിൽ അത് ഡിവൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഈ പൂ നിവേദ്യമായിട്ട് കൂട്ടത്തില്ല? ഇല്ല, ഒരിക്കലും കൂട്ടത്തില്ല. അത് ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം. അതിൽ മിനിമം പ്രാധാന്യത്തോടു കൂടി അർച്ചനയാകുമ്പോൾ വേണ്ടത് പുഷ്പവും നൈവേദ്യവുമാണ്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും തേങ്ങയോ പഴമോ പൂവും കൂടെ നമ്മൾ കൊണ്ടുപോകും. അവരവിടെ തേങ്ങ പൊട്ടിച്ച് ആ ഭഗവാൻ ആ ഒരു സമയത്ത് അത് ദേവിക്കോ ഭഗവാനോ അത് നൈവേദ്യം ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നൊരു ഭാഗം തിരിച്ചു തരാറുണ്ട്. തരാതിരിക്കാം, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതാണ് ശരിക്കും ആഗമങ്ങളനുസരിച്ച് അർച്ചനയുടെ ശരിയായ മാർഗം. ഇതൊന്നുമില്ലെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൃത്യമായ പൂജകൾ നടക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ മൂർത്തി അനുഗ്രഹ കർത്താവായി അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി സ്പീക്കിംഗ്, ഒരു അമ്പലത്തിൽ പോയാൽ നമ്മളൊരു അർച്ചന ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അർച്ചന ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വി ആർ യൂസിങ് ലൈക്ക് എ ബ്രൈബ്, അല്ലെങ്കിൽ ഒരു ATM കാർഡ് പോലെ. ഞാൻ അങ്ങോട്ട് ഇത്ര തരാം, ഇങ്ങോട്ട് ഇത്ര കിട്ടണം എന്നുള്ള, അതായത് ഭഗവാനെ ഒരു ട്രേഡറായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ. ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് പേന പൂജിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. പേന പൂജിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്നും ഒരുപാടെടുത്ത് കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ ചോദിക്കാനുള്ള പ്രധാനം. അല്ല, പക്ഷെ അതിനൊരിക്കൽ തളർത്തിയിടേണ്ട ഒരു കാര്യമല്ല. അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമുക്കിപ്പോൾ പൂജിച്ച പേന കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. അല്ലാതെ പൂജിച്ച പേനയിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെയാണ് നമ്മൾ തളർത്തുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ കൂടുതലും കുറച്ചുകൂടെ കച്ചവട സ്ഥാപനം പോലെയായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഇല്ലാത്ത അമ്പലങ്ങളും കാണാം. ഒരുപക്ഷെ മേജർ ക്ഷേത്രങ്ങൾ എടുത്താലും ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ആയാലും അങ്ങനെയുള്ള ഒരു തിരുമേനി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അമ്പലങ്ങളിലേക്ക് എത്ര പൈസ ഇടുന്നു അതേ തിരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അതൊരു ബിസിനസ് സ്ഥാപനമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി എന്നോട് സംസാരിക്കുകയും ചെയ്തത്. നമ്മൾ എത്രത്തോളം മാർക്കറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക്. ചില ക്ഷേത്രങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പം ഒരു ചക്കുളത്തുകാവ് ഒരുപാട് ആൾക്കാർ, ഞങ്ങളുടെ തലയണക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, തൃശ്ശൂരിലെ പൂജ. അതൊക്കെ ഒരുപാട് ഒരു സമയത്ത് ഒരുപാട് പേര്, പിന്നീട് അത് അതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വന്ന് അതെനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഉണ്ടാകുന്ന മൂലശോഷണമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? അല്ല, അത് മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ട്. ഓരോ ക്ഷേത്രത്തിലെയും ക്ഷേത്രാധീശന് നമ്മളുടെ റിക്വസ്റ്റിലാണ് ഇവിടെ പ്രതിഷ്ഠ. അതായത് പ്രതിഷ്ഠ ചെയ്യുന്നതായ സമയത്ത് അതൊരു ബർത്തായിട്ട് കണക്കാക്കുക. അപ്പം അത് വെച്ചിട്ടൊരു ജാതകം ഗണിച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രയേശന് ഒരു എല്ലാ ദശകളിലൂടെയും കടന്നു പോകാം. അപ്പോൾ അതായത് ആ ക്ഷേത്രത്തിലെ ദേവതയ്ക്കും ശനിദശയും അഷ്ടമശനിയും എല്ലാം ഉണ്ടാവും, കണ്ടകശനിയും ഒക്കെ ഉണ്ട്. സോ ക്ഷേത്രങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് അങ്ങനെ കരുതിയാൽ മതി.
ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ചിലപ്പം വളരെ പോപ്പുലർ ആയിരിക്കും, പിന്നീട് ആരും തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ അന്ത്യത്തിരിക്ക് പോലും വകയുണ്ടാവില്ല. ചിലപ്പോൾ നിശേഷം ഇല്ലാതെ ആയി പോയിട്ടുണ്ടാവും ആ ക്ഷേത്രം. പെട്ടെന്ന് ഒരു കാലത്ത് ആ ക്ഷേത്രം തിരിച്ച് റീവാമ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ തഞ്ചാവൂരെ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം സരഭോജി രാജാക്കന്മാരുടെ കാലത്ത് പോലും അത് വളരെ ഫേമസ് ആയിരുന്നു. അതൊരിക്കലും കംപ്ലീറ്റ് ആയിരുന്നില്ല ആ ക്ഷേത്രം. രാജരാജ ചോഴൻ്റെ കാലത്ത് ഒരിക്കലും കംപ്ലീറ്റ് ആക്കപ്പെട്ടില്ല. പിന്നീട് ചോഴവംശം എന്ന് പറയുന്നത് അടിയോടുകൂടി ഇല്ലാതെ ആവുകയാണ്, നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു വൈഷ്ണവ ശാപമാണ്. അത് ഏകദേശം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ദശാവതാരം സിനിമയിൽ വരുന്നത്, അതിൽ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ശാപം കൊണ്ട് സന്തതി പരമ്പരകൾ അറ്റുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഒരു വന്നതാണ് ഈ മറാത്ത രാജവംശങ്ങൾ എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും തഞ്ചാവൂർ ക്ഷേത്രമുണ്ട്. തഞ്ചാവൂർ അത് മാത്രമല്ല, ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. തഞ്ചാവൂർ ഇല്ലാത്ത ക്ഷേത്രങ്ങളില്ല. കുംഭകോണം പോകണ്ട, തഞ്ചാവൂർ എന്ന് പറയുന്ന ചെറിയ ബെൽറ്റിൽ തന്നെ വളരെ സീക്രട്ടീവായിട്ടുള്ള ഗോഡ്സ് ആൻഡ് ഗോഡസസിൻ്റെ പ്രതിഷ്ഠകളും സെൻറ്ററുകളും ഒക്കെ ഉണ്ട്. പലതും ഇപ്പോൾ കാശിയിൽ പോയിട്ടുള്ളവർക്കറിയാം, പഴയ കാശിയിൽ പോയിട്ടുള്ളവർക്കറിയാം, മുക്കിലും മൂലയിലും ഭൈരവനോ യോഗിനിയോ ദശമഹാവിദ്യയോ ഒക്കെ മുക്കിലും മൂലയിലും ഒക്കെ. ചില വീടിൻ്റെ ഈ കിളിവാതിൽ തുറന്നാൽ അവിടെ ഒരു ദേവി ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഏതെങ്കിലും കാശി കണ്ടതിലോ പുരാണത്തിലോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സ്ഥാനമാണ്. ഈ ദ്വാദശാദിത്യന്മാർ, 64 ഭൈരവന്മാർ, ഇവർക്കൊക്കെ സ്ഥാനങ്ങളുണ്ട്. നമ്മളിത് വലിയ ക്ഷേത്രമാണോ എന്ന് പ്രതീക്ഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോയിൽ വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ പോയിൻറ്റ്. അതേപോലെ പോയിൻറ്റുകളുള്ളൊരു സ്ഥലമാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. ദശമഹാവിദ്യ ഉൾപ്പെടെയുള്ള പല വളരെ സീക്രട്ടീവായിട്ടുള്ള വർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു താളിയോലകൾ ഈ ഭാവി പറയുന്ന ഒരു പർട്ടിക്കുലർ ഇതുണ്ടല്ലോ, അത് തഞ്ചാവൂരല്ല ഉള്ളത്. ആ ഒരു ഇതുള്ളത് വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ പിന്നെയും അവിടുന്ന് 10-50 കിലോമീറ്റർ ദൂരത്താണ് വൈത്തീശ്വരൻ കോവിൽ. അവിടുത്തെ ആൾക്കാർക്കാണ് ഈ കയ്യിലാണ് ഈ നാഡി എന്ന് പറയുന്ന ഇത് ഉള്ളത്. അത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടെന്ന് സാറിന്? അതിൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്കറേജ് ചെയ്ത് പറയല്ല, അതിനെപ്പറ്റി പറയുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഒരു ശിവാചാര്യരായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നാഡി ഒരു കാലത്ത് ഒന്നായിരുന്നു. അതിനുശേഷം ആ ആൾക്കാർ പിരിഞ്ഞു പോയതായിട്ടുള്ള, അതായത് ഭാഗം വെച്ച് പിരിയുക എന്ന പോലെ പിരിഞ്ഞപ്പോൾ നിനക്കിത്ര ഓല എനിക്കിത്ര ഓല എന്ന് പറഞ്ഞ് അത് പിരിച്ചെടുത്തു. അത് പിരിച്ചെടുത്തതായ സംഭവത്തിൽ എന്ത് പറ്റത്താൽ, പിരിച്ചെടുത്തതായ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ചില പ്രഡിക്ഷൻസ് ചില സ്ഥലത്തായിട്ട് അങ്ങ് ലൊക്കേറ്റ് ആയിപ്പോയി. സോ ഇപ്പോൾ വൈത്തീശ്വരൻ കോവിലിൽ പോയാൽ മെജോറിറ്റി നമുക്ക് പാസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ വൈത്തീശ്വരൻ കോവിലിൽ ഇന്നുള്ള ഓലയെല്ലാം പാസ്റ്റാണ്, ഫ്യൂച്ചറില്ല അല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പോയവർക്കെല്ലാം പാസ്റ്റ് മാത്രമേ. വാട്ട് ഈസ് ഇറ്റ് യു ആർ ഗോയിങ് ടു ഗെയിൻ ബൈ നോയിങ് ദ പാസ്റ്റ്? ഈ വൈത്തീശ്വരൻ കോവിൽ അല്ലാതെ കുറെ കുടുംബങ്ങൾ നടത്തുന്നുണ്ട് അവിടെ. ക്ഷേത്രമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീതിയുണ്ട്. ആ വീതിയിൽ ആണ് ഈ ഗണകന്മാരുടെ കുടുംബങ്ങൾ മുഴുവനുള്ളത്. അവർ അവിടെ ഇവിടെയാണ് ഒറിജിനൽ നാഡി, ഇവിടെയാണ് ഒറിജിനൽ നാഡി എന്ന് പറയുന്നത്. അത് നാഡി കുറച്ച് തിരുവാണക്കാവിൽ ക്ഷേത്രത്തിൽ, ശ്രീരംഗത്തിനടുത്ത് തിരുവാണക്കാവിൽ തിരുച്ചിറപ്പള്ളിയിൽ അവിടെയും കണ്ടിട്ടുണ്ട്. തിരുനെൽവേലി അതുപോലെ കായംകുളത്തുണ്ട്. അതെ, ഇപ്പം അതാ എല്ലായിടത്തും നാഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകുന്നവന് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബെറ്റർ ഓണ് ഇവിടെയൊക്കെയാണ് സയൻസ് എഡ്യൂക്കേഷൻ വളരെയധികം ആവശ്യം. ഏത് പോകണം, ഏത് പോകണ്ട, ഏത് ചെയ്യണം, ഏത് ചെയ്യണ്ട എന്നുള്ളതിൽ ഒരു വിവേചന ബുദ്ധി നമുക്ക് മോഡേൺ എഡ്യൂക്കേഷൻ ഡെഫിനറ്റ്ലി തരും.
ഈ ജ്യോതിഷം എന്ന് പറയുന്ന സാധനത്തെ സാറ് ജ്യോതിഷം എന്ന സാധനത്തെ നമ്മൾ എടുക്കാവുന്നിടത്തോളമേ എടുക്കാവൂ. ഓക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് കീപ്പ്. ഇപ്പോൾ സയൻസിലൊരു തിയറി ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ബിയോണ്ട് വൺ ലിമിറ്റ് അത് ചെന്ന് കഴിയുമ്പോൾ ഒരു റിപ്പൽഷൻ ഇൻറ്റേർണലി സ്റ്റാർട്ട് ചെയ്യും, അത് പുഷ് ഓഫ് ചെയ്യും. സോ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഈ രണ്ട് ചാർജുകൾക്കും അടുക്കാൻ പറ്റില്ല ഒരിക്കലും. അതായത് അതിന് തന്നെ ഈ അടുപ്പത്തിന് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടെന്നർത്ഥം. അതേപോലെയാണ് ജ്യോതിഷം എന്ന് പറയുന്ന സബ്ജക്റ്റ്. നമ്മൾ എടുക്കാവുന്നത്തോളമേ എടുക്കാവുള്ളൂ. വി ഹാവ് ടു നോ വെയർ വി ഹാവ് ടു സ്റ്റോപ്പ് ലുക്കിംഗ് ഇൻ ടു ദാറ്റ്. ബ്ലൈൻഡായിട്ട് 100% ബിലീവ് ചെയ്താൽ ഭാവി നമ്മുടെ ആത്മവിശ്വാസത്തിനും കോട്ട സംഭവിക്കും. ഇപ്പോൾ പെന്നിൻ്റെ പൂജിച്ച പേനയുടെ കാര്യം പറഞ്ഞല്ലോ. പൂജിച്ച പേന എൻ്റെ കയ്യിലുണ്ട്, ഇനി ഞാൻ പഠിക്കേണ്ട എന്നൊരു കുട്ടി തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? തോറ്റുപോകും. എന്നിട്ട് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും. പനച്ചിക്കാട്ടെ കുങ്കുമം തൊട്ടിട്ട് പോയാൽ മാത്രം മതി പരീക്ഷ എന്ന് ഒരു കുട്ടി തീരുമാനിച്ചാൽ അവൻ പഠിക്കുന്നില്ലെങ്കിലോ? അതേ അവസ്ഥയാണ് ഈ 100% നമ്മൾ ജ്യോതിഷത്തെ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടാലും സംഭവിക്കുന്നത്. ദേ ആർ ഇൻഡിക്കേറ്റേഴ്സ്. ആ ഇൻഡിക്കേറ്റേഴ്സ് അറിഞ്ഞ് നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യണം. ചില സമയത്ത് പരിഹാരങ്ങൾ എയ്ഡ് ട്രൈ ടു ആക്സലറേറ്റ് ദ പ്രോസസ്. തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിൽ നമ്മുടെ ജാതകം കൊണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ അതിലെ മോശപ്പെട്ട കാര്യങ്ങൾ മാറും എന്ന രീതിയിലൊരു, ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ജാതകം പൂജിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മളല്ല, കൂടുതലും തമിഴ് ആൾക്കാരാണ്. അത് ഒരു യാത്രക്കിടയിൽ ഇങ്ങനെ കയറിയതാണ് അവിടെ. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ബ്രഹ്മക്ഷേത്രമാണെന്തോ. ബ്രഹ്മക്ഷേത്രമാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഉത്തമർ കോവിൽ. ശ്രീരംഗത്തിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ. തിരുച്ചിറപ്പള്ളി, ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10-30 കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം ഉള്ളത്. ഒരു കാലത്ത് വിളക്ക് വെക്കാൻ പോലും ആളുണ്ടായില്ല ആ അമ്പലത്തില്. ഒരു കാലത്തിൽ എന്ന് പറഞ്ഞാൽ 2006-2007 കാലഘട്ടത്തിൽ ഒരുപാട് പഴയ ക്ഷേത്രമാണത്. ആഴ്വാർമാരെ കൊണ്ട് പാടപ്പെട്ടതായ ദിവ്യദേശമാണ്. ശൈവ നായന്മാരെ പാടിയതായ ശിവനാണ് അവിടെ ഉള്ളത്. ത്രിമൂർത്തികൾക്ക് അവിടെ സ്ഥാനമുണ്ട്. ബ്രഹ്മാവിന് പാടാൻ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രഹ്മാവ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ 2007 കാലഘട്ടത്തിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് പോലും ആ ക്ഷേത്രത്തിൽ ഒരു ആദ്യമായിട്ട് ദിവ്യദേശമാണല്ലോ, പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനില്ല. ആ അർച്ചകൻ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഇരുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ബ്രഹ്മാവ് സ്വയം തൻ്റെ ജാതകം അവിടെ പൂജിച്ച് ബ്രഹ്മാവിൻ്റെ തലയിലെടുത്ത് മാറ്റിയതാണോ എന്നറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് ഇറ്റ് വർക്ക്സ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് അതുകൊണ്ട് മാത്രം നമ്മുടെ തലയിലെടുത്ത് മാറുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ റിലീജിയൻ ഇൻ ടോട്ടൽ. നമ്മുടെ വിശ്വാസങ്ങൾക്കും അത് കറക്റ്റല്ല.